ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് 3 SUV ടൈപ്പിലുള്ള വാഹനങ്ങളായിട്ടാണ്. അതിൽ ഹ്യുണ്ടായിൻ്റെ ക്രെറ്റ ഉണ്ട്, വെന്യൂ ഉണ്ട്, പിന്നെ എംജിൻ്റെ ഹെക്ടർ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെയുള്ള വണ്ടികളാണ്. 3 വണ്ടിയും വൈറ്റ് കളറിലാണ് വരുന്നത്. വെന്യൂ പെട്രോളും, ബാക്കി 2 വണ്ടി ഡീസലുമാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരുന്നത് വെന്യൂ ആണ്. 2021 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് എസ് ആണ്. 1.2 പെട്രോൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ വരെയൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, അതിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ റിയർ AC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ കൈമേൽ ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് എംജിൻ്റെ ഹെക്ടറാണ്. 2019 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ഷാർപ്പാണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഡീസലിൽ മാനുവലാണ് വണ്ടി വരുന്നത്. 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ നല്ല സൈസാണ് വണ്ടി. കണ്ടു കഴിഞ്ഞാൽ 7 സീറ്റിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട്. പക്ഷേ വണ്ടി 5 സീറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടീൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. അതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. അതിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ വണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 9,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 9 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കാണിക്കാൻ പോണത് നല്ല വൃത്തിയുള്ളൊരു ക്രെറ്റയാണ്. 2019 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് E+ ആണ്. ഡീസലിൽ 1.4 ലിറ്റർ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ ഒക്കെ മേലെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. റിയർ AC വരുന്ന വണ്ടിയാണ്. പിന്നെ ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന എല്ലാ ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. പിന്നെ വണ്ടിക്ക് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഒരു ലുക്ക് ബേസിൽ അത്യാവശ്യം നല്ല മാറ്റം വരും. വണ്ടി നല്ലൊരു അലോയ് വീലുണ്ട് വണ്ടിക്ക്. അലോയ് വീലിന് ഈ മോഡലിൽ വരുന്നതല്ല, അഡീഷണൽ ചെയ്താണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 7 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 3 വാഹനങ്ങളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ക്രെറ്റയും എംജിയും ഡീസലാണ്. വെന്യൂ വരുന്നത് പെട്രോളാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്ത്. അപ്പോൾ ഇത്തരത്തിൽ SUV ടൈപ്പിലുള്ള വാഹനങ്ങളൊക്കെ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.